ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി ആവണം എന്ന് ചോദിച്ചാൽ ഒരാളായതിന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. എന്നാൽ ആഗ്രഹമില്ലേ? അല്ല, ഇതിനകത്ത് പാർട്ടിയിൽ പ്രവർത്തിക്കുക, വർക്ക് ചെയ്യുക എന്നുള്ളത് എന്റെ എന്നും അത് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് പാർട്ടി എന്നെ സംബന്ധിച്ച് എല്ലാമാണ്. അപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതിപ്പോ ഞാൻ ഇപ്പം കുറച്ച് ദിവസം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി പ്രവർത്തിക്കുന്നു. അപ്പം അത് എന്തെങ്കിലും ആവണമെന്ന് വിചാരിച്ചിട്ടില്ല. എനിക്കൊന്നും കോൺഗ്രസ് പാർട്ടി എന്റെ ചെറുപ്പം മുതൽ ഇഷ്ടമുള്ളതാണ്. അങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ ഞാനിപ്പോ MLA ആവണമെന്ന് ആഗ്രഹിക്കാത്ത ആളാണ്. ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ വന്നുകൊണ്ട് മാത്രമാണ് MLA ആള്. പോസ്റ്റൊക്കെ പിന്നെയുള്ള കാര്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്ത് പോസിറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ. അപ്പൊ സാറിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ സപ്പോസ് മുഖ്യമന്ത്രി ആവാൻ ഒന്നിന്റെ ക്ഷീണം തീർന്നില്ല എന്ന് പറഞ്ഞു. സപ്പോസ് ഇപ്പൊ ഇതൊരു അടുക്കള ആയതുകൊണ്ട് ചോദിക്കാം, ഒരു വലിയ എന്താ പറയാ വലിയ ചോദ്യമൊന്നുമല്ല, പക്ഷെ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഒരാള് വീട്ടിൽ വന്നാൽ പെട്ടെന്ന് നമ്മുടെ അടുക്കളയിൽ ഒരു ഭയങ്കര വിഭവ സമൃദ്ധമായി കൊടുക്കുവോ, അതോ ഒരു ഭക്ഷണം പ്രിഫർ ചെയ്താൽ ഫസ്റ്റ് ഏത് പ്രിഫർ ചെയ്യും? അല്ല, ഒരു മുഖ്യമന്ത്രി വീട്ടിൽ വന്നാൽ എന്റെ അപ്പന് കൊടുത്ത് തന്നെ കൊടുക്കും. അതന്നെ ഞങ്ങളെ എന്തോന്നാ ശരിക്കും അത് ഞങ്ങളുടെ വീട്ടിലെ സ്റ്റേപ്പിൾ ഫുഡ് കഞ്ഞിയും പേര്. അപ്പൊ ദിവസവും കഴിച്ചുകൊണ്ട് കഞ്ഞിയും പേര്. നമ്മുടെ സഖാവ് സർ വരുവാണെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമനുസരിച്ച് നമ്മൾ കൊടുക്കും. പക്ഷെ മുഖ്യമന്ത്രി ഇപ്പൊ വരുമെന്ന് പറഞ്ഞാൽ പാൽപ്പായസം ഉണ്ടാക്കാൻ പറയും. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരാളല്ലേ. അങ്ങനെ അദ്ദേഹം വന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ പാൽപ്പായസം പറയും. സാറിന്റെ ഈ രാഷ്ട്രീയത്തില് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്? എല്ലാരും ബെസ്റ്റ് ഫ്രണ്ട്സ്. ആരും അങ്ങനെ മാറി നിൽക്കുന്നവരല്ല. എങ്കിലും നമുക്ക് വിഷ്ണുനാഥ്, ഡീന്, ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്നത് അപ്പനല്ലാതെ വേറൊരു വ്യക്തി പൊളിറ്റിക്സിലാണോ? പൊളിറ്റിക്സ് രാജീവ് ഗാന്ധി. ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ രാജീവ് ഗാന്ധി തന്നെയാണ്. ഇപ്പൊ നമ്മുടെ എതിർ പാർട്ടിയിലുള്ള ആരെങ്കിലും ഒരു നല്ല ലീഡർ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ആരെ പറയാം? മുഖ്യമന്ത്രി തന്നെയാണ്. ഓക്കെ, യാതൊരു സംശയമില്ല. കാരണം ഞാനത് എന്റെ ഫാദറിന്റെ അസുഖ സമയത്ത് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ കണ്ടു. അപ്പൊ അദ്ദേഹം അതിനെ എടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു. എന്നെ റിസീവ് ചെയ്ത് എങ്ങനെ ഞാൻ ശ്രദ്ധിച്ചു. എന്റെ ഫാദറിനോട് എങ്ങനെ പെരുമാറി ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ വളരെ ഏറ്റവും മര്യാദയുള്ള ഒരു സമീപനമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, രാഷ്ട്രീയമായ യോജിപ്പുകൾ ഇല്ലാത്തതുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സമീപനം അപ്പോൾ ഞാൻ കണ്ടതിൽ എനിക്ക് വളരെയധികം ഒരു എന്താ പറയാ മനുഷ്യത്വപരമായ ഒരു സമീപനമായിട്ടിരിക്കും. നിങ്ങള് ഒരു കണ്ണിൽ കാണുന്നത് എന്താന്ന് വെച്ചാൽ അവിടെ നാഷണൽ ലെവലില് രാഹുൽ ഗാന്ധി ആൻഡ് പ്രിയങ്ക ഗാന്ധി. അപ്പൊ ഇവിടെ ഒരു ഇലക്ഷൻ വന്ന അച്ചു ആൻഡ് സാറും കൂടെ പ്രസംഗം അങ്ങനെ ഒരു അതിപ്പം ഈ പ്രാവശ്യം ഫാമിലി മൊത്തം ഇറങ്ങിയല്ലോ. എന്റെ 2 സിസ്റ്റേഴ്സും ഇറങ്ങി, അത് അമ്മ ഇറങ്ങി. അതിന്റെ ഒരു കാരണം വെച്ചാല് ഞങ്ങളെല്ലാം BJP പോവാണെന്നൊരു ഇത് വന്നപ്പോഴത്തേക്ക് അതൊന്ന് ശരിയല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ഓക്കെ, അച്ചു രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു ഉള്ളിൽ ആഗ്രഹം അച്ചുവിനുണ്ടോ? അതെനിക്കറിയില്ല. ബട്ട് നമ്മൾ ഓൾറെഡി അച്ചു എന്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. ഷീ ഡിഡ്ന്റ് വാണ്ട് ടു കം ഇൻ ടു പൊളിറ്റിക്സ്. മറിയ ഓൾസോ ഡിഡ്ന്റ് വാണ്ട് ടു കം ടു പൊളിറ്റിക്സ് ബിക്കോസ് അപ്പ ഡിഡ്ന്റ് വാണ്ട്. കാരണം അദ്ദേഹം ഒരു താല്പര്യക്കുറവ് കാണിച്ചെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. എനിക്കറിയില്ല, എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഫാദർ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇത് അച്ചുവിന്റെ അടുത്ത് പറഞ്ഞു. അച്ചു നിംസ് ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ അടുത്ത് പറഞ്ഞു. സോ അതിനെ കുറിച്ച് എനിക്കറിയുള്ളൂ. കോളേജ് ലൈഫിൽ പുള്ളിക്കാരത്തി ആക്റ്റീവ് ആയിരുന്നു. പിന്നെ അപ്പയ്ക്ക് താല്പര്യമില്ലാന്നും പറഞ്ഞുകൊണ്ടാണ് അവര് പിന്നെ അത് വിട്ടങ്ങ് ഫാമിലി ലൈഫിലോട്ട് പോയതും. മറിയയ്ക്ക് താല്പര്യമുള്ള ആളെ അല്ലായിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തി ഒരു 7-8 വർഷമായിട്ട് പുള്ളിക്കാരത്തി ആക്റ്റീവായിട്ട് ഇതേപോലെ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. ഓക്കെ, ഇപ്പം അപ്പാർട്ട് ഫ്രം പൊളിറ്റിക്സ് സാറിന് എന്നതായിരുന്നു എയിം? ഒന്ന് എന്താവണം, ഒരു എയിം ഉണ്ടാവുമല്ലോ സാർ? എനിക്ക് വേറെ സത്യം പറഞ്ഞാൽ ഇന്നത് പഠിച്ച് ഇന്നതാവണം ഒറ്റ തീരുമാനമുള്ളായിരുന്നു. എന്നതാ? പൊളിറ്റിക്സ്. ആണോ? എന്റെ സ്കൂളില് ഞാൻ മാത്രമാണ് പൊളിറ്റിക്സ് എന്ന് സ്ഥിരമായി പറഞ്ഞിട്ടുള്ളത്. ഒരാളും വേറെ പറഞ്ഞു. മേ ബി നമ്മുടെ ആ ബോൺ ആൻഡ് ബോട്ടം അതായതുകൊണ്ടാണോ, അതോ ചിലപ്പോ ചിലർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഞാൻ ഡോക്ടർ ആവണം വലുതാവുമ്പോ? അഫ്കോഴ്സ് അപ്പൻ പൊളിറ്റിക്സിലുണ്ട്, ഇല്ല അതല്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്കൊരു വേറൊരു ഓപ്ഷൻ ഞാൻ എന്താ ചിന്തിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടോ അത് തന്നെയാണെന്നുള്ള തീരുമാനത്തിലായിരുന്നു. ഓക്കെ, അപ്പൊ സാറിന് വെരി ആക്റ്റീവായിട്ട് സാറിന് പൊളിറ്റിക്സിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.